ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീണ്ടും നമ്മൾ അമ്പനാട്ടേക്കാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മിസ്സാക്കിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ, അതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. ഞാനും എൻ്റെ ഫ്രണ്ട്സും ചേട്ടൻ്റെ ഫ്രണ്ട്സും ചേട്ടനും കുഞ്ഞും എല്ലാവരും കൂടാണ് പോകുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏകദേശം നല്ല മഴയൊക്കെ ഉണ്ട്, ക്ലൗഡിയൊക്കെ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഇത് തന്നെയാണ് അവിടെ വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം. പുനലൂരിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്റർ, അതായത് ഏകദേശം ഒരു മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമ്പനാട് എത്താൻ പറ്റും. ഇനി അമ്പനാടിനെ പറ്റി പറയുകയാണെങ്കിൽ കൊല്ലത്തിൻ്റെ സ്വന്തം മിനി മൂന്നാർ, മിനി ഊട്ടി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളും അച്ചൻകോവിൽ ഫോറസ്റ്റും പിന്നെ ഒരുപാട് താഴ്വരകളും ഒക്കെ ചേർന്ന് തരുന്നൊരു വിഷ്വൽ ട്രീറ്റാണെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ ഇപ്പോഴും അധികം ടൂറിസ്റ്റുകളൊന്നും വിസിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ സ്ഥലത്തോട് അടുക്കാറായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയ എൻട്രൻസിലല്ല ഈ വട്ടം നമ്മൾ പോകുന്നത്. ഈ വട്ടം നമ്മൾ വേറെ എൻട്രൻസിലാണ് പോകുന്നത്. ഈ നമ്മൾ ഇന്ന് പോകുന്ന എൻട്രൻസിലൂടെ നമ്മൾ കുറേ ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയൊരു എൻട്രൻസ് ഉണ്ടല്ലോ അവിടെ എത്തുന്നതായിരിക്കും. രണ്ടിടത്തും നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴിക്കെല്ലാം ഇതുപോലത്തുള്ള താഴ്വരകളും മലകളും അതുപോലെ കൈതത്തോട്ടം, അതുപോലെ കശുമാവിൻ തോട്ടം, റബ്ബർ തോട്ടം എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഹാരിസൺ മലയാളത്തിൻ്റെ വെഞ്ചർ എസ്റ്റേറ്റ്, അതായത് തേയിലത്തോട്ടത്തിന് ഉള്ളിലാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ എസ്റ്റേറ്റ്, ബംഗ്ലാവും ഓഫീസും ഒക്കെ. ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം എൻട്രൻസ് എത്താൻ വേണ്ടിയിട്ട്. എപ്പോൾ വന്നാലും ഇതുപോലെ കുറച്ച് ആൾക്കാർ വഴിയുടെ സൈഡിൽ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അവരെ നമ്മൾ വിടാറില്ല, അവരുടെ വീഡിയോസ് എടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ചാറ്റൽ മഴകളൊക്കെ പെയ്യുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പം നമ്മുടെ തേയിലത്തോട്ടമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന്. ഇതൊക്കെ ക്വാർട്ടേഴ്സുകളാണ് കേട്ടോ, അവിടുത്തെ വർക്കേഴ്സ് താമസിക്കുന്നത്. ഇപ്പം തന്നെ നല്ല നല്ല പച്ചപ്പും ഹരിതാപവും എന്നൊക്കെ പറയുന്ന പോലെ നല്ല കണ്ണിന് കുളിർമയേറുന്ന കാഴ്ചകളാണ് കണ്ടു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഒരു എൻട്രൻസിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോകുന്ന എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 100 രൂപയാണ്. അതുപോലെ നമ്മൾ 6 മണി വരെയാണ് ടൈം ലിമിറ്റ് ഉള്ളിൽ നിൽക്കേണ്ടത്. നമുക്ക് അത് കഴിയുമ്പോഴത്തേന് ഇറങ്ങണം. നമ്മൾ ഏകദേശം ഉള്ളിലെത്തിയപ്പോൾ ഒരു സ്പോട്ടിലെത്തിയപ്പോൾ നമുക്കിങ്ങനെ മഴവില്ല് കാണാൻ പറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാനും അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് നിർത്തിയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള മഴവില്ല് നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിവേ, മഴവില്ല് കണ്ടില്ലെങ്കിലും ഈ ഒരു വ്യൂ എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ? അപ്പോൾ വീണ്ടും നമുക്ക് മുന്നോട്ട് പോകണം. കഴിഞ്ഞ പ്രാവശ്യം പോലെ സമയം വേസ്റ്റാക്കി കളയാൻ പറ്റത്തില്ല. അപ്പോൾ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയി. ഈ ഒരു വാലിയൊക്കെ ഉണ്ടല്ലോ, എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. നമ്മളത് നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം ആ ഒരു അവിടുത്തെ ആറ്റ്മോസ്ഫിയർ, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. അപ്പം എന്തായാലും ഇങ്ങനെ മലകളും ഹിൽ സ്റ്റേഷൻസൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഫൈനലി നമ്മൾ നമ്മളുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെ ഉള്ളൊരു അമ്പലമാണേ, ആരാ ദൈവം എന്നറിയില്ല, ഇത് നമ്മുടെ സുഹൃത്താണേ. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കേട്ടോ. അത്രയും നേരം വണ്ടിയിലിരുന്നേയല്ലേ, അപ്പോൾ നമ്മളവിടെ നിന്നിട്ട് ഇനി നമുക്ക് താഴോട്ടാണ് പോകേണ്ടത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ സഹയാത്രികരാണ്, എൻ്റെ ഫ്രണ്ട്സും ചേട്ടൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഒന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് പോകണം. ഇനി നമുക്ക് സ്പോട്ടിലോട്ട് നടന്ന് വേണം പോകാൻ. ഇതുപോലത്തെ ഒരു വഴിയാണ് കേട്ടോ. ഈ വഴി ഇതൊരു ഫോറസ്റ്റ് പോലെയാണ്. വന്യജീവികളൊക്കെ ഉണ്ട്, ആനയൊക്കെ ഉണ്ട്. അപ്പം ചില സമയത്ത് ആനയൊക്കെ കാണാൻ പറ്റും. നമുക്ക് എന്തായാലും എപ്പോൾ പോയാലും ആനയെ കാണാൻ പറ്റിയിട്ടില്ല. നമുക്ക് മുന്നേയും പറയാൻ വരുന്നവരൊക്കെ ആനയെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ നമുക്ക് ഇതുവരെ ആനയെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷെ ആനയുണ്ട്, കുരങ്ങുകളുണ്ട്, അങ്ങനത്തെ ഒരുപാട് വന്യജീവികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഇതൊരു ഇങ്ങനെ നമ്മൾ കൊക്കയെന്നൊക്കെ പറയുന്നത് നല്ലൊരു ഹൈ പോയിൻ്റാണ് അവിടുത്തെ. ഇവിടുന്ന് താഴെയൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ആളെ നോക്കണ്ട, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വേണം പോകാൻ. വഴി ഇത്തിരി കഷ്ടമാണ് താഴോട്ടൊക്കെ ഇറങ്ങാൻ. സൂക്ഷിച്ചില്ലെങ്കിൽ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി. കുഞ്ഞിനെ പിന്നെ മേരി വന്ന് മേടിച്ചിട്ടോ. മേരി എൻ്റെ ഫ്രണ്ടാണേ, അപ്പം അവൾ വന്ന് കുഞ്ഞിനെ മേടിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പതുക്കെ താഴോട്ടിറങ്ങി. ഇതാണ് ഗായ്സ് നമ്മൾ അന്ന് മിസ്സ് ചെയ്ത ആ ഒരു വ്യൂ പോയിൻ്റ്. അന്ന് മിസ്സ് ചെയ്തതിൽ ഇന്ന് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. കാര്യം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് ഇത് കേട്ടോ. ഇത് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെയൊക്കെ ഒരു
പോർഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ അച്ചൻകോവിൽ ഫോറസ്റ്റും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ഈ ഒരു ക്ലൈമറ്റും കാറ്റും അധികം ആൾക്കാരും ക്രൗഡും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അങ്ങനെ ഈ സൈലൻ്റ് ആയിട്ടുള്ള പീസ്ഫുൾ അറ്റ്മോസ്ഫിയറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എത്ര നേരം നമുക്കിവിടെ നിന്ന് എത്ര നേരം വേണേലും ഇരിക്കാൻ ഉള്ളൊരു തോന്നൽ വരും കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനേ തോന്നത്തില്ല. ബട്ട് നമുക്ക് ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് അധികം ഇരിക്കാനും പറ്റില്ല. അതാണ് ഒരു വിഷമം. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ. ആ മേഘത്തിൻ്റെ ഇടയ്ക്കൂടെ ഈ ലൈറ്റ് മലയുടെ മുകളിലോട്ട് പതിക്കുന്നതൊക്കെ ആ ഒരു വിഷ്വലുണ്ടല്ലോ, നമ്മൾ അങ്ങനെ മെൽറ്റായി പോവും. അതുപോലെ തന്നെയാണ് അവിടെ ഈ കാറ്റും ചെറിയൊരു കാറ്റും ഒക്കെ ആയിട്ട്. എത്ര നേരം വേണേലും അവിടെ ഇരിക്കാം. പക്ഷേ ടൈം നമ്മളെ അനുവദിക്കുന്നില്ലല്ലോ. എന്തായാലും ഉള്ള സമയം ആസ്വദിക്കും. അങ്ങനെ എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ എടുക്കുന്നത് പാർത്ഥനാണ്, അവൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവർ ടൈം ലാബ്സൊക്കെ എടുക്കുകയാണ് കേട്ടോ ആ ക്ലൗഡിൻ്റെ. അതിങ്ങനെ ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു വിഷ്വൽ എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരതൊക്കെ എടുക്കുക. ഈ ഒരു വിഷ്വലൊക്കെ ഒന്നും പറയാനില്ല. നമ്മൾ ഏറെക്കുറെ ഇത് മുന്നേ വരാം, എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്നുള്ളൊരു തോട്ട് വന്നു നമുക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് പിന്നെ നമുക്ക് ടൈം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇവർ ഡബിൾ റോക്ക് വ്യൂ പോയിൻ്റ് കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് അതുകൂടെ കാണണമെന്നുള്ളതുകൊണ്ട് അവരെയും കൊണ്ട് നമ്മൾ അവിടെയും കൂടെ പോകണമല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ തിരിച്ച് കയറി പോവുകയാണ്. ഇവർ 4 പേരും എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മേളിലോട്ട് വന്നപ്പോൾ നമ്മളെ ഇച്ചിരി വിഷമിപ്പിച്ചൊരു കാഴ്ചയാണിത് കേട്ടോ. മുന്നേ ടൂറിസ്റ്റൊന്നും വരാത്ത സമയത്ത് ഇത്തരം പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ ആളുകൾ അറിഞ്ഞ് വന്നു തുടങ്ങിയപ്പോൾ ഈ ഒരു ഇഷ്യൂവും ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനി പോകുന്നവർ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിഞ്ഞ് ഈ ഒരു സ്ഥലത്തെ മോശമാക്കരുത്. അതാണ് എനിക്കൊരു പറയാനുള്ള റിക്വസ്റ്റ്. ഇത് വളരെ മോശമാണ്. ഇനി വരുന്നവർക്കും ഈ സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കാനുള്ളതല്ലേ, അതുപോലെ നമുക്കും വീണ്ടും വന്ന് ആസ്വദിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ പരിപാടിയൊന്നും അവിടെ പോയി ചെയ്യാതിരിക്കുക, ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ട ഡബിൾ റോക്ക് വ്യൂ പോയിൻറ്റിലോട്ടാണ്. പോകുന്ന വഴിക്കൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഓരോ സ്ഥലത്ത് വണ്ടി നിർത്തിയതിന് ശേഷം കുറച്ച് സമയം വീതം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാര്യം എവിടെ തിരിഞ്ഞാലും ഇങ്ങനത്തെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇടയ്ക്കൊക്കെ നമുക്കിതുപോലത്തെ കുഞ്ഞു അരുവികളൊക്കെ കാണാം. പിന്നെ വീണ്ടും നമ്മൾ നമ്മുടെ പഴയ വീഡിയോയിൽ കണ്ട ഡബിൾ റോക്ക് വ്യൂ പോയിൻറ്റിലെത്തിയേക്കുവാണ് കേട്ടോ. ഇന്ന് നമ്മൾ അന്ന് കയറിയ പാറയല്ല, അതിൻ്റെ തൊട്ട് താഴത്തെ പാറയിലോട്ടാണ് കയറിയത്. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ അധികം കാണിക്കുന്നില്ല, കാരണം മുന്നത്തെ വീഡിയോയിലാണ് കാണിച്ചിട്ടുള്ളതായിട്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഈ പാറയുടെ റൈറ്റ് സൈഡിലുള്ള വഴി കൂടെ വേണം നമ്മൾ തൊട്ട് താഴത്തെ പാറയിൽ കയറാൻ. ഇപ്പുറത്തെ സൈഡിൽ അവർ ഫെൻസ് ചെയ്തിട്ടുണ്ട് ഈ വൈദ്യുതി വെച്ചിട്ട്. അപ്പോൾ അതിൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല വഴി. സോ അത് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഈ ചിലർ കണ്ടിട്ടുണ്ട്, ഈ പുതിയതായിട്ട് ആൾക്കാർ വരുന്നവർ ഭയങ്കര ഉച്ചത്തിൽ പാട്ടൊക്കെ ഇട്ടിട്ട് വണ്ടിയായിട്ട് കയറി വരുന്നത്. അതൊരു ഫോറസ്റ്റ് ഏരിയയാണ്. ഒരുപാട് വൈൽഡ് ആനിമൽസൊക്കെ ഉണ്ട്, കുരങ്ങുകളും ഒക്കെ ഉണ്ട്. അവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമുക്കൊരു സമാധാനം, ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനത്തെ സ്ഥലങ്ങളിലോട്ട് ട്രാവൽ ചെയ്യുന്നത്. സോ ദയവ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു സൺസെറ്റിൻ്റെ ഒരു വ്യൂവും കണ്ടിട്ട് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് പതുക്കെ വീട്ടിലോട്ട് തിരിക്കുകയാണ്. തുടക്കം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാഴ്ചകളും അതിമനോഹരമായിരുന്നു. അവസാനം ഈ ഒരു വ്യൂവോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാണ്. ഞങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയും വരും, എന്തായാലും തൊട്ടടുത്ത് കിടക്കുന്നതല്ലേ, എത്ര വന്നാലും മതി വരാത്ത കാഴ്ചകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഗായ്സ്.